മക്കളെ, ഇന്ന് നമുക്ക് ശസ്തിയ ബ്ലർബ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. നിങ്ങളൊരു ശസ്തി എഴുതുന്ന സമയത്ത് നിങ്ങൾ നോവലിനെ കുറിച്ചാണ് ശസ്തി എഴുതുന്നത് എന്ന് വിചാരിക്കുക. നോവലിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ആദ്യം തന്നെ നോവലിൻ്റെ പേരുണ്ടായിരിക്കണം. രചനാകാർ ആരാണ് എന്ന് എഴുതിയിരിക്കണം. പിന്നെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് നിങ്ങൾ എഴുതുന്ന ശസ്തിയിൽ ഉണ്ടായിരിക്കണം. അഭിനേതാക്കളെ പരിചയപ്പെടുത്തണം. കഥയുടെ ചുരുക്കം അതിലുണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ രൂപവും അതിലുണ്ടായിരിക്കണം. ഇനി നിങ്ങൾ സിനിമയെ കുറിച്ചാണ് ശസ്തി എഴുതുന്നത് എന്ന് കരുതുക. സിനിമയെ കുറിച്ചാണ് ശസ്തി എഴുതുന്നതെങ്കിൽ ഡയറക്ടറുടെ പേരുണ്ടായിരിക്കണം. പിന്നെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്, അഭിനേതാക്കളെ പരിചയപ്പെടുത്തുക, കഥയുടെ ചുരുക്കം, പിന്നെ പ്രധാന സംഭവം എന്താണെങ്കിൽ അതൊന്ന് വിവരിക്കുക, സന്ദേശവും എഴുതാം. ഇത്രയാണ് നിങ്ങൾ എഴുതുന്ന ശസ്തിയ ബ്ലർബിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോവലിൻ്റെ ശസ്തിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വാപ്പസി എന്ന അതിമനോഹരമായ ഒരു നോവലാണിത്. ഉഷാ പ്രിയംവദയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ നോവലിനെ കുറിച്ചുള്ളൊരു ശസ്തിയാണ് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. उषा प्रियंवदा की एक अच्छी पारिवारिक कहानी है वापसी. ഉഷാ പ്രിയംവദ എഴുതിയിട്ടുള്ള ഒരു കുടുംബപരമായിട്ടുള്ള കുടുംബത്തിനെ കുറിച്ചുള്ള ഒരു കഹാനിയാണ് വാപ്പസി. रिटायर होकर परिवार के साथ जीने के लिए अपने घर पहुंचा एक व्यक्ति का अनुभव इस कहानी में प्रस्तुत किया है. ഇതിൽ എന്തിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. റിട്ടയർ ആയതിനു ശേഷം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതാണ് ഈ കഥയിൽ പറയുന്നത്. अपने परिवार के लिए कमाने तथा बच्चों को आगे बढ़ाने के लिए गजाधर बाबू परिवार से दूर रहते. अपने परिवार के लिए സ്വന്തം കുടുംബത്തിന് വേണ്ടി, കമാനെ തഥ അവർക്ക് വേണ്ടി സമ്പാദിക്കാനും അതുപോലെ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും വേണ്ടി ഗജാധർ ബാബു പരിവാർസെ കുടുംബത്തിൽ നിന്നും ദൂരെ മാറി താമസിക്കുന്നു. जब उनके मालूम होता है कि उनके परिवार के सदस्य स्वार्थी है. എപ്പോഴാണോ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം സ്വാർത്ഥികളാണെന്ന്, ഉൻസേ വേ പ്യാർ നഹീ കർത്തേ, അവർ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നില്ല എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ സമയത്ത് അപ്പോൾ വേ വാപ്പസ് ദൂസരെ നൗക്കരി കർണേ ചലേ ജാത്തേ ഹേ. അത് മനസ്സിലാക്കിയ അദ്ദേഹം വാപ്പസ് ദൂസരെ നൗക്കരി കർണേ ചലേ ജാത്തേ ഹേ, മറ്റൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അതാണ് ഈ കഥയിൽ നടക്കുന്നത്. ഉൻകാ ബേട്ട അമർ और ഉൻകി ബേട്ടി ബാസന്തി ബി ബുരേ വ്യവഹാർ കർത്താ ഹേ. അദ്ദേഹത്തിൻ്റെ മകനായ അമറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ബാസന്തിയും അദ്ദേഹത്തിനോട് ചീത്തയായിട്ട് പെരുമാറുന്നു. ഇസ് കഹാനി മേ സ്വാർത്ഥത കാ ചിത്रण കിയാ ഗയാ ഹെ. ഈ കഥയിൽ സ്വാർത്ഥതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബ്ലർബ് തയ്യാറാക്കേണ്ടത്. ബ്ലർബ് യാ ശസ്തി, ഇത് നോവലിനെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. വാപ്പസി ഉഷാ പ്രിയംവദ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ നോവലാണ് വാപ്പസി. സിനിമയെ കുറിച്ചാണ് ചെയ്യേണ്ടതെങ്കിലും ഇതുപോലെ തന്നെ സിനിമയുടെ പേര് കൊടുക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ.